കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യാഹ നല്ല ഇടയൻ എന്ന രുചിച്ചറിവിൽ അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക, അവിടെ നമുക്ക് ഉത്തരമറിയും. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിങ്കൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടിറങ്ങി, ദൈവസന്നിധിയിൽ അവരെ തന്നെ സമർപ്പിച്ചു. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അവിടുത്തെ വാക്കുകൾ ഉവ്വ് എന്നാണെന്നും ശ്വാസത്തിൻ്റെ നായകനെ നോക്കി ഇറങ്ങാൻ അവർ തയ്യാറായപ്പോൾ കാൽവെച്ച ദേശം ദൈവം അവർക്ക് കൊടുത്തു. അവർക്കെതിരെ നിന്ന് ശക്തികളെ ദൈവം ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുക, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചു. യെരുശലേമിൻ്റെ മതിൽ തുറന്നു കിടന്നപ്പോൾ അനേക ശക്തികൾ വിചാരിച്ചു യഥേഷ്ടം കയറാമെന്ന്. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിന് ചുറ്റും തീ മതിലാക്കിയിരിക്കുന്നു. പ്രിയരെ, ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നവന് ചുറ്റും തീ കൊണ്ട് ദൈവം ഒരു മതിലാക്കിയിട്ടുണ്ട്. ശത്രു യഥേഷ്ടം കയറി വരാൻ സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പോൾ അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം തൻ്റെ ജനത്തിന് ചുറ്റും തീ കൊണ്ട് മതിലാക്കിയിരിക്കുക. നമുക്കറിയാം, അരാം സൈന്യം എലീശയുടെ വീട് പട്ടണം മുഴുവൻ വളഞ്ഞപ്പോൾ ബാല്യക്കാരൻ പരിഭ്രമിച്ച് ചോദിച്ചു, യജമാനെ, നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ അടുത്ത നിമിഷം എലീശ തളർന്നു പോയില്ല. പ്രാർത്ഥിച്ചാമേൻ പറഞ്ഞപ്പോൾ അശ്വമയും അഗ്നിമയുമായ രഥങ്ങൾ, കുതിരകൾ എലീശയ്ക്ക് ചുറ്റും നിൽക്കുക. ഈ ലോകത്തിലെ കുതിരകൾ നോർമലാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന കുതിരകളും രഥങ്ങളും തീ കൊണ്ടുള്ളത് ഒരു ശക്തിക്കും അടുക്കാൻ പറ്റുന്ന അടുക്കുന്നത് ചരമായി തീരും. ഇതാണ് ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള ഒരു പ്രത്യേകത. ദേശത്ത് ദൈവം തൻ്റെ ജനത്തെ ഒരു അടയാളമാക്കും. ആർക്കും പിടിച്ചൊതുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരും. നീ ആരാണ് എന്ന് നിന്നെപ്പറ്റി ചോദിച്ചവർ, നിനക്കിനി ഒരു ഉച്ചാരണമില്ലെന്ന് പറഞ്ഞവർ, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചവർ, അവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി. അടുത്ത തലത്തിലേക്ക് നടക്കത്തക്ക രീതിയിൽ ഒതുക്കപ്പെട്ട ഇടത്ത് നിന്ന്, മൂടപ്പെട്ട ഇടത്ത് നിന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ടടുത്ത് നിന്ന് പ്രതീക്ഷയ്ക്ക് വിരോധമായി പിശാച് എഴുതി വച്ചിരിക്കുന്ന സകല രേഖകളെയും കയ്യെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഇന്ന് പകലും തൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയൂ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അതിനെ തടയുവാൻ, ഇല്ലാതാക്കുവാൻ, വ്യക്തിത്വങ്ങളെ ദുർബലമാക്കുവാൻ ഒരു ശക്തിക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, നാളെ കഴിയത്തുമില്ല. ദൈവാത്മാവിൻ്റെ വലിയ ചലനം ഇന്ന് പകലും വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ആ നാമത്തിൻ്റെ ശക്തിയാൽ ഭൂതങ്ങൾ അലറിയോടും, കുഷ്ഠരോഗികൾ സൗഖ്യമാകും, മുടന്തർ മാനിനെ പോലെ കുതിക്കും, ഊമറുടെ ചെവി തുറക്കും, ഊമരുടെ വായ് തുറക്കും, ചെകിടറുടെ ചെവി തുറക്കും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് ഏറ്റുപറയുന്ന നാഴിക വന്നിരിക്കുന്നു.
ഇന്ന് പകൽ നന്ദിയോടെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്ത ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകും. മരിച്ചവരും മനോറങ്ങിയ ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ദൈവം ജീവൻ നൽകിയത്, ആരോഗ്യം നൽകിയത് ആരാധ്യനായ ദൈവത്തിന്, യോഗ്യനായ ദൈവത്തിന്, പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായവൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ സർവശക്തൻ നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരിവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ചരിത്രം നമുക്കെല്ലാം അറിയാം. ബാക്ക്ഗ്രൗണ്ട് ഇനിയും പറയേണ്ട ആവശ്യകതയില്ല. ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത വെളിയിൽ പാർത്തിരുന്നു. പ്രിയരെ, വെളിയിൽ പാർത്ത ഇടയന്മാർ ആടിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാടിനും കേട് ഭവിക്കാതെ, ഒരാടിനെ തൊടാൻ ദുഷ്ടശക്തികളെ അനുവദിക്കാതെ. നമുക്കറിയാം, ലോകത്തിലെ സാധാരണ പല ഇടയന്മാരും ഉറങ്ങുമ്പോൾ ദാവീദ് ഉറങ്ങാതെ ആടിനെ കാവൽ ചെയ്യുകയാണ്. അങ്ങനെ ഉറങ്ങാതെ കാവൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ആ രാത്രിയുടെ ഭീകരതയിൽ ആടിനെ പിടിക്കുവാൻ സിംഹങ്ങൾ, കരടികളൊക്കെ കയറി വരും. പക്ഷെ ഉണർന്നിരിക്കുന്ന ഒരിടയന് മാത്രമേ കടന്നു വരുന്ന ശക്തികളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആരാധനയിലും ഉണർന്നിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കയറി വരുന്ന ചില ആക്രമണങ്ങളെ, ചില വെല്ലുവിളികളെ കണ്ട് അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ ചവിട്ടി മെതിക്കുവാൻ, പിടിച്ച് തകർക്കുവാൻ നിൽക്കുന്ന, ചിലതിനെ കൂട്ടത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന, ചിലതിൻ്റെ മേൽ ദൃഷ്ടി പതിച്ചു നിൽക്കുന്ന, തരം കിട്ടുമ്പോൾ ചാടി വീണില്ലാതാക്കാൻ നോക്കുന്ന ശക്തമായ ചില ഹിംസ്രശക്തികൾ കീഴടങ്ങണമോ ഉണർന്നിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ, ഉണർന്നിരിക്കുന്ന ചില അഭിഷക്തന്മാർ, ഉണർന്നിരിക്കുന്ന ദൈവദാസിമാർ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഉണർന്നിരുന്ന ആത്മാവിൽ ജാഗരിക്കുമെങ്കിൽ, ശാരീരിക ഉറക്കമല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് ആത്മാവിൽ ഉണർന്നിരുന്ന മന്ദത മാറ്റി, മയക്കങ്ങൾ മാറ്റി, ആത്മിക ഉറക്കങ്ങൾ മാറ്റി സടകുടഞ്ഞെഴുന്നേറ്റ് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാക്കുമെങ്കിൽ ദൈവശക്തിയുടെ വ്യാപാരത്താൽ കയറി വരുന്ന ചില ശക്തമായ ആക്രമണങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് തകർത്ത് കളഞ്ഞ് ചിന്തിക്കളയുവാൻ നിൽക്കുന്ന ശക്തമായ ചില ആക്രമണം കാണുക മാത്രമല്ല, ആ ശക്തിയുടെ പുറകിന് ചെന്ന് നഷ്ടപ്പെട്ടു കൊണ്ടുപോയി അപഹരിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള ആത്മിക ശക്തി ഉണർന്നിരിക്കുന്നവരുടെ മേൽ സ്വർഗം പകരുമെന്ന് വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയും. ഇവിടെ പറയുന്നു, കാവൽക്കാത്ത് വെളിയിൽ നിൽക്കുകയാണ്. ആട്ടിൻകൂട്ടത്തെ ഒന്നിനെ അപഹരിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം കാവൽക്കാത്ത് നിൽക്കുന്നവരുടെ അടുത്ത ഒന്നാമത്തെ പ്രത്യേകത, അവരുണർന്നിരുന്നാൽ ചില ശക്തമായ വെല്ലുവിളികളെ കണ്ടുണർന്ന് തൻ്റെ ജനത്തിൻ്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വ്യക്തിയുടെ മേൽ, നിങ്ങളുടെ ആത്മീയതയുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ വില പറഞ്ഞു നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ കീഴ്പ്പെടുത്തി ജനത്തെ രക്ഷിക്കുവാൻ, കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ മക്കളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ വൈഫിനെ വിടുവിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മശക്തിയോടെ ജാഗ്രതയുള്ളവരായിരുന്നാൽ ചിലതിനെ ജയിക്കാൻ കഴിയും. 2, ഇവിടെ കാവൽക്കാത്ത് ഇടയന്മാർ വെളിയിൽ നിൽക്കുമ്പോൾ പലരും അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ വെളിയിൽ കാവൽ കാത്തു നിൽക്കുന്ന ഇടയന്മാരെ നിങ്ങൾക്ക് ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. അടുത്ത് നോക്കൂ, അവരുടെ മേലൊരു വലിയ ദൈവിക തേജസ്, ദൈവത്തിൻ്റെ പ്രസൻസ്. പറയട്ടെ, തുറസായ സ്ഥലത്ത് മഞ്ഞ് കാണാം, വെയിൽ കാണാം, തണുപ്പ് കാണാം, സാഹചര്യങ്ങളും കാലാവസ്ഥകളും ഒക്കെ അനുകൂലവും അല്ലായിരിക്കുന്ന ഇടത്തും ജാഗ്രതയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ തേജസ് ചുറ്റി മിന്നും. ചില ദൈവശബ്ദങ്ങൾ കേൾക്കും.
ഇനി സംഭവിക്കാൻ പോകുന്ന മഹാസന്തോഷം, വിടുതലിൻ്റെ വാർത്തകൾ, സമാധാനത്തിൻ്റെത്, സൗഖ്യത്തിൻ്റെത് തുറക്കുന്നത്, ദൈവിക പ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിയിൽ കാവൽ കാത്തു നിൽക്കുന്ന ഇടയന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ വെളിയിൽ കിടന്ന 6 കൽപ്പാത്രങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും അതിന് പ്രാധാന്യം കൊടുത്തില്ല, മറ്റാരും അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ വെളിയിൽ കിടക്കുന്ന 6 കൽപ്പാത്രങ്ങളിലേക്ക് കോരി നിറയ്ക്കാൻ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ. ഈ കൽപ്പാത്രങ്ങൾ അനേക വിശുദ്ധന്മാരുടെ കൈകൾ കഴുകാൻ യൂസ് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ച അഭിഷക്തന്മാർക്ക് പ്രാധാന്യം കൊടുത്ത, ദൈവിക പ്രമാണത്തിന് ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്ത നിങ്ങളെ പുറത്തുള്ള കൽപ്പാത്രമെന്ന് പലരും പറഞ്ഞെങ്കിലും ആ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ അകത്തേക്ക് കൊണ്ടുവന്ന് നിറച്ച് മറ്റുള്ളവർക്ക് ശക്തി പകരാൻ, ചൈതന്യം പകരാൻ, മറ്റുള്ളവരെ പുഷ്ടിപ്പെടുത്താൻ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഈ ദൂത് കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവാത്മാവിൻ്റെ വലിയൊരു ചലനം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരികയാണ്. പുറത്ത് കിടക്കുന്നവർ, ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നവർ, അവരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, ഒരു വലിയ ദൈവ തേജസ്, ദൈവ സാന്നിധ്യം, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുക മാത്രമല്ല, ഒരു വലിയ വർത്തമാനം ദൈവത്തിന് നിങ്ങളോട് കൈമാറേണ്ടതുണ്ട്. ചില ദൈവശബ്ദങ്ങൾ നിങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ട്. ഭയപരിശരാകേണ്ട, നിങ്ങളെ സമാധാനപ്പെടുത്തുവാൻ ദൂതൻ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ വിഷയത്തെ സ്വർഗം ഇന്ന് പകൽ ടച്ച് യേശുവിൻ്റെ നാമത്തിൽ. സർവശക്തനായ ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, സർവവ്യാപിയായ ദൈവമേ, കാവൽ കാത്ത് വെളിയിൽ കിടക്കുന്ന ചിലതിനെ ഉപയോഗിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നവൻ്റെ മേൽ കൈമാറുന്ന അഭിഷേകത്തിൻ്റെ ശക്തിക്കായി, ആത്മിക അധികാരത്തിനായി, ചിലതിനെ ചവിട്ടിമെതിക്കാൻ, കീറിക്കളയാനുള്ള ആത്മനിയോഗം വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ, ഈ ശക്തിയോടെ അവിടുത്തെ ജനത്തെ ദൈവം നയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം വെളിപ്പെടുത്തും. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ശക്തിയോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. കാവൽക്കാത്ത് ഉണർന്നിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വ്യക്തമായി വരുന്ന ചില ദൈവശബ്ദങ്ങൾ, ഉണ്ടാകാനുള്ള മഹാസന്തോഷം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ തലമുറകളും കാണും. ഉണർന്നിരിപ്പീൻ. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.